ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റും ഇല്ല പാരിടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്തതൊത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 55 സങ്കീർത്തനം അതിൻ്റെ 19 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളും. പുരാതനമേ, സിംഹാസനസ്ഥനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്ത് തൻ്റെ സഖ്യത അവൻ ലംഘിച്ചുമിരിക്കുന്നു. അവൻ്റെ വായ വെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തിലോ യുദ്ധം അത്രേ. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു. സ്തോത്രം. വചനം കേൾക്കുമ്പോൾ ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളും. പുരാതനമേ, സിംഹാസനസ്ഥനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്ത് തൻ്റെ സംഖ്യത അവർ ലംഘിച്ചിരിക്കുന്നു എന്ന വചനം. തന്നോട് സമാധാനമായിരിക്കുന്നവരെ, അത് ഉപദ്രവങ്ങളേറെ വരുമ്പോൾ ഉപദ്രവിക്കുന്നവർക്ക് അവരുടെ നോട്ടത്തിൽ ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നത്, അവരെ കൂടെ അകറ്റിക്കൊണ്ടുപോകുന്നൊരനുഭവം. അത് അവർക്കൊരു ആകാംക്ഷയാണ്, കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ആപത്ത് കാലങ്ങളിൽ ഇപ്പോൾ കൂടെയുള്ളവർ ആറ് നിൽക്കുന്നതെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ശത്രു ഇങ്ങനെ പിന്തുടർന്ന് നിൽക്കുകയാണ്. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്തെന്നാണ് പറഞ്ഞത്. ശത്രു നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറെ വരുമ്പോഴും സമാധാനത്തോടു കൂടി നിൽക്കുന്നവരെയും കൂടെ അവരിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്ന ഒരനുഭവം. അതിന് എന്തും ചെയ്യും, എന്തും പറയും, ഏത് വിധത്തിലുള്ള മാർഗവും അവർ സ്വീകരിക്കും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. അവങ്കിലേക്ക് നോക്കിയാരും ഒരു നാൾ ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിളിച്ചുപദ്രിച്ച ദൈവം നമ്മൾ വഴിക്കിട്ടിട്ട് പോകത്തില്ല. എത്തേണ്ട സ്ഥലത്ത് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. പ്രശ്നങ്ങൾ നിറഞ്ഞതായ ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മൾ ഈ 55 സങ്കീർത്തനം വായിക്കുന്നത്. ശത്രു നിമിത്തമുള്ള പ്രശ്നങ്ങൾ അത് ചെറുതല്ലല്ലോ ദൈവമക്കളെ. ജീവിതത്തിൽ ഒരുപാട് ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ സഹിച്ചു പോകാൻ പറ്റും. പക്ഷെ അതിലും വലുതായിരിക്കും ശത്രുക്കൾ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എന്നാൽ ശത്രുക്കൾ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നോക്കി പേടിക്കുന്നവർക്ക് വീഴുവാനുള്ളൊരു സമയവും, ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിക്കുന്ന, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമാണ് ഇതെല്ലാം എന്ന് കരുതിക്കൊണ്ട് കർത്താവ് ഏൽപ്പിച്ചത് എന്താണോ അത് ചെയ്യുവാനും കർത്താവിന് വേണ്ടി ജീവിപ്പാനും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശത്രുക്കൾ നിമിത്തം നാളുകളായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ച് സമാധാനം നഷ്ടപ്പെട്ട അനേകരുണ്ടായിരിക്കെ, കർത്താവെ, അവരോടും സമാധാനമായിരിക്കുന്നവരെ മാറ്റിവിടുന്നതും കർത്താവെ അവരെ കയ്യേറ്റം ചെയ്യുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആമേ സ്തോത്രം കർത്താവെ, വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവമേ, അത്ഭുതകരമായ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കർത്താവെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മക്കളെ കുടുംബമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നെൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾക്ക് കർത്താവെ ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കർത്താവെ, ശത്രുവിനെ വീതിയിലെ ചെളി പോലെ കോരിക്കളയുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ മക്കൾക്ക് സമാധാനം കൊടുക്കണമേ, സന്തോഷം കൊടുക്കണമേ, നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, വിളിച്ച ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് ആ വിളി കേട്ട് കർത്താവ് ഏൽപ്പിക്കുന്നതൊക്കെ കർത്താവിന് വേണ്ടി ചെയ്ത് എൻ്റെ കർത്താവെ നന്ദിയുടെ വാടാമലരായി ആ പാദപീഠത്തിൽ സമർപ്പിക്കപ്പെട്ടവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർത്തുകൊണ്ട് കർത്താവെ, ആ ഉപകാരം പ്രാപിച്ചവർ ലോകത്തെ നോക്കാതെ ദൈവത്തിന് വേണ്ടി എല്ലാം സഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യേണ്ടതിന് എൻ്റെ മക്കളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശുവേ സ്തോത്രം.